പ്രിയമുള്ള കൂട്ടുകാരെ, എവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും മസാലക്കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിരവധി ആൾക്കാരും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചപ്പാത്തിയും മസാലക്കറിയും ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. കൂട്ടുകാരെ, നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഗോതമ്പ് പൊടി ഒരു 350 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മധ്യത്തിലായിട്ടൊരു കുഴി എടുത്ത് വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട ആഡ് ചെയ്യുകയാണ്. നമ്മളൊരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ലതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. ഒന്ന് എല്ലായിടത്തും ആ കോഴിമുട്ടയും ഉപ്പും പഞ്ചസാരയും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ശേഷം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ മയം കിട്ടാനാണ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. കൂട്ടുകാർ, ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് സഹായമാകും. ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നല്ല മയം കിട്ടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടാവണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതേ പരുവത്തിൽ നമ്മൾ കുഴച്ച് എടുക്കുക. ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ കൂടി കയ്യിൽ എടുത്ത ശേഷം ആ കുഴച്ച് ഉരുട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കുക. നല്ലതുപോലെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ തേച്ച് കൊടുത്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ 2 ചെറിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക്, ഇത് എരിയുള്ള പച്ചമുളകാണ്. ഇതുപോലെ കീറിയെടുക്കുക. എരിയില്ലാതാണോ 5-6 എടുക്കാം. ഒരു 5-6 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇതെല്ലാം നമുക്ക് ഒരു ചെറിയ കലത്തിലേക്ക് മാറ്റാം. നമ്മൾ കലത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുതന്നെയല്ല, നമ്മൾ അടുപ്പിലാണ് ഇത് വേവിക്കുന്നത്. കുക്കറുള്ളവരെ ഒരു 3 വിസിൽ വരുന്നിടം വരെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക. ശേഷം നമുക്ക് അത് അല്പം മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.
1 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെന്ത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ ഷെഡിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലായതുകൊണ്ട് പുകയൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് തുറന്ന് നോക്കിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക്. നമ്മൾ മുൻപ് ഉപ്പിട്ടില്ലായിരുന്നു. നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കുക. അടുത്തായിട്ട് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് എടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി ഒന്നുകൂടി അതൊന്ന് കുഴച്ചെടുക്കാം. അതിന് മുകളിലേക്ക് നല്ലതുപോലെ ഗോതമ്പ് പൊടി തൂവി നല്ല മയം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് പരത്തിയെടുത്തക്ക രീതിയിൽ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. നല്ലതുപോലെ ഇടിച്ചൊക്കെ റെഡിയാക്കി എടുക്കുക. ഇനി അല്പം നമ്മുടെ ഇടത് കൈയിലേക്ക് നമ്മൾ വയ്ക്കുകയാണ്. നമുക്ക് ബോൾ എടുക്കാനാണ്. ബോൾ എടുക്കാൻ എല്ലാവർക്കും അറിഞ്ഞുകൂടാ, എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മളൊരു കാര്യം മറന്നുപോയി. നമ്മൾ പാത്രം വെച്ച് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം വെക്കേണ്ടതാണ്, നമ്മളതും വിട്ടുപോയി. കൂട്ടുകാർ ക്ഷമിക്കുക. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ട് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ബോൾ ഓരോന്നും എടുത്ത് ആ ഗോതമ്പ് പൊടി പുരട്ടി മാറ്റി വയ്ക്കുക. ചപ്പാത്തി പരത്താൻ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നില്ല. നമുക്ക് 11 ബോൾ കിട്ടിയിട്ടുണ്ട്. 10 വലുതും ഒരു ചെറുതുമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 11 ബോളുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കറി എന്തുവായെന്ന് നോക്കാം. കറി വെന്തോ ഇല്ലയെന്ന് നോക്കാം. എല്ലാം ഒരു മാതിരി വെന്തിട്ടുണ്ട്. നല്ലതുപോലെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. ഒപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളോട് ഇതിൽ ആഡ് ചെയ്യണം. അതിനായി നമ്മൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് ഉപയോഗിക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയോട് ഇട്ട് കൊടുക്കുന്നു. നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. കാരണം മുളക് പൊടി നമ്മൾ ആദ്യമേ ചേർത്തത് അല്പം കൂടുതലായിപ്പോയി. കളർ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറത്തക്ക രീതിയിൽ ഇതുപോലെ കിട്ടത്തക്ക രീതിയിൽ എടുത്തതിന് ശേഷം നമ്മളുടെ കറി നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. കറി നമ്മളതിലേക്ക് ഒഴിച്ച് പച്ചമണം മാറത്തക്ക രീതിയിൽ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൂട്ടുകാരെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയുള്ളവർക്ക് അത് വിട്ട് കൊടുക്കാം. നമ്മുടെ മല്ലിയിലയില്ല. കറിവേപ്പിലയും നമ്മുടെ വാടിയതാണ്. നമുക്ക് കറിവേപ്പില്ല. അങ്ങനെ നമ്മളുടെ മസാലക്കറി റെഡി ആയിരിക്കുകയാണ്.
നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യണം. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.